അല്ല, ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ വിഷയം അഭിമന്യു വലക്കേസുമായി ബന്ധപ്പെട്ട രേഖകളുടെ തിരോധാനം ചർച്ചയ്ക്കെടുത്ത ജനം ടിവിയുടെ സതുദ്ദേശത്തെയോ ദുരുദ്ദേശത്തെയോ അല്ല, അതിനപ്പുറത്തേക്ക് ഇതിന്റെ ഗൗരവം തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് കേവലം ഒരു ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച നിസ്സാരമായ ഒരു പ്രശ്നമായി തള്ളിക്കളയാൻ കഴിയുന്നു എന്നല്ലെന്ന് അദ്ദേഹം ആവർത്തിക്കുമ്പോഴും അഡ്വക്കേറ്റ് ബലദേവനെ പോലുള്ള ആളുകൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച ഒരു തണുപ്പൻ പ്രതികരണമുണ്ട്. സാധാരണഗതിയിൽ ഇത് കേവലം ഒരു SFI ഒരു വിദ്യാർത്ഥി സംഘടന, ഇപ്പൊ കോൺഗ്രസ് ആണ് ഇന്നിപ്പോ കേരളത്തിൽ ഭരിക്കുന്നത്, UDF ആണ് ഭരിക്കുന്നതെങ്കിൽ എന്താകുമായിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും SFIയുടെ ഒരു പ്രതികരണം? ഇന്ന് ഈ സംഭവം പുറത്തു വരുമ്പോൾ തന്നെ ഇപ്പോ ജനം TV സതുദ്ദേശത്താലോ ദുരുദ്ദേശത്താലോ ഈ വിഷയം പുറത്തു കൊണ്ടുവന്നു, എന്തായിരിക്കും CPM നേതാക്കന്മാരുടെയും ഇടതുപക്ഷത്തിന്റെയും പ്രതികരണം? അവർ ഈ പറഞ്ഞ അയ്യോ അത് പാവം കോടതിയുടെ തലയിലാണ്, ഹൈക്കോടതിയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന ആളുകൾ മിണ്ടാതിരിക്കുമോ? ഇത് തന്നെയാണ് ഇതിന്റെ ഇരട്ടത്താപ്പും പൊരുത്തക്കേട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവർക്ക് ഇതിനകത്ത് ഒരു തരത്തിലുള്ള ആത്മാർത്ഥതയും തുടക്കം മുതലേ ഇല്ല, ഇപ്പോഴും ഇല്ല. ഞങ്ങളാണ് KSUവിന്റെ പോസ്റ്ററിലും KSUവിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലും KSUവിന്റെ സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റി, എറണാകുളം ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെയുള്ള ആളുകളാണ് അഭിമന്യുവിന്റെ കൊലക്കേസിലെ പ്രതികളെ പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് പരോക്ഷമായും പ്രത്യക്ഷമായിട്ടൊക്കെ സമരത്തിനും പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത് KSU അത്രമേലും SFI മിണ്ടിയിട്ടില്ല. ഈ കുറ്റപത്രം ഉൾപ്പെടെ ഇത്രയും സമർപ്പിച്ച് വൈകിട്ടും വിചാരണ നീണ്ടിട്ടും SFIക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പം നിർവാഹമില്ലാതെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ചർച്ചക്കെടുത്തത് കൊണ്ടാണ് SFIക്ക് സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ ഒരു അവസ്ഥയുണ്ടായത്. അല്ലെങ്കിൽ അവരത് മിണ്ടില്ല. കാരണം അവർക്കറിയാം ഇതിന്റെ പിന്നിൽ ആരൊക്കെ എന്തൊക്കെ തിരക്കഥ, കൊല്ലിച്ചതാര്, കൊല്ലാൻ പറഞ്ഞതാര്, എന്ത് കാര്യത്തിന്, എന്താണ് അതുകൊണ്ടുള്ള നേട്ടം, രാഷ്ട്രീയ ലാഭം എന്ത്, രാഷ്ട്രീയ അന്തർധാര എന്തൊക്കെ കച്ചവടം ഇതിന്റെ പിന്നിൽ നടക്കുന്നു എന്നതിനെ കുറിച്ച് SFI നേതാക്കന്മാർക്കും അറിയാം, CPM നേതാക്കന്മാർക്കും അറിയാം. പാവം ഇതൊന്നും അറിയാതെ ഇവിടെ ഒന്ന് ന്യായീകരിക്കാൻ വിധിക്കപ്പെട്ട അഡ്വക്കേറ്റ് ബലദേവനെ പോലുള്ള ആളുകളാണ് ഇവിടെ ബലിയാടാകുന്നത്. അതുകൊണ്ട് ഈ മുഖങ്ങൾ തിരിച്ചറിയണം. ഈ കൊലയാളികളെ, കൊലക്കത്തിക്ക് വേണ്ടി രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന ആളുകളെ എല്ലാം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഈ കുടുംബങ്ങളിൽ SFIയിലേക്ക് കൊടിപിടിക്കാൻ ആരെയും പറഞ്ഞേക്കില്ല. SFI ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന കിരാതമായ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ നിരോധിക്കേണ്ടത് പോപ്പുലർ ഫ്രണ്ടിനെ പോലെ തന്നെ നിരോധിക്കേണ്ട ഒരു സംഘടനയായി SFI മാറിയിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും മുന്നൊരുക്കങ്ങളുമാണ് ഇനി നടത്തേണ്ടത്. അതിന് പൊതുസമൂഹം, കേരളീയ സമൂഹം ഒരേ മനസ്സാലെ ഈ വിഷയങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങണമെന്ന അഭിപ്രായം തന്നെയാണ് പങ്കുവെക്കാനുള്ളത്.